എങ്ങനെയാണ് ഒരു സമാധാനം ഉണ്ടാകുക എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. യുദ്ധം തുടങ്ങി വെച്ചവരും അതിന് കാരണക്കാരായവരും മാത്രം ഇതിൽ പങ്കാളികളാകുന്നില്ല. ബാക്കി എല്ലാവരും സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. നാളെ വെടിനിർത്തൽ കരാറിന്റെ സമയപരിധി അവസാനിക്കുകയാണ്. ഇപ്പോൾ ഹോർമൂസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എന്താകും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള വലിയൊരു ആശങ്ക മാത്രമാണ് ഈ ഘട്ടത്തിലും നിലനിൽക്കുന്നത്. സമാധാന ചർച്ചകളിൽ അനിശ്ചിതത്വം തന്നെയാണോ? തീർച്ചയായും പൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക രാജ്യങ്ങളെല്ലാം വലിയ ആശങ്കയിലാണ് ഈ ഒരു ചർച്ചയെ നോക്കിക്കാണുന്നത്. കാരണം ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടത്തി സമാധാനം പശ്ചിമേഷ്യയിൽ പുനഃസ്ഥാപിക്കാനുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു ലോകരാജ്യങ്ങളെങ്കിൽ ഇപ്പോൾ ഇറാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തേക്കില്ല എന്നുള്ളൊരു സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ അമേരിക്ക ഇറാൻ ചർച്ചകൾക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു. വേണ്ട സുരക്ഷാ സജ്ജീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഇന്ന് ഉച്ചതിരിഞ്ഞ് ചർച്ച നടത്താനിരിക്കുന്ന ഘട്ടത്തിലാണ് ഇറാൻ പങ്കെടുത്തേക്കില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. പ്രധാനമായും ഇറാനെ ചൊടിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്കിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്കൻ നടപടിയാണ് ഇറാനെ പ്രധാനമായും ചൊടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളിൽ പങ്കെടുത്തേക്കില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമൊന്നും ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ലെങ്കിൽ പോലും അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ചർച്ചയ്ക്ക് ഇറാൻ എത്തിയേക്കില്ല എന്നുള്ള ആ ഒരു സൂചനകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനകം തന്നെ ഇസ്ലാമാബാദിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഉച്ചതിരിഞ്ഞവിടെ ചർച്ചകൾ നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഇറാന്റെ ഒരു നീക്കം ഇങ്ങനെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഉപാധികളൊന്നും തങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള നിലപാടിലാണ് അമേരിക്ക ഉറച്ചു നിൽക്കുന്നത്. ഇനി ചർച്ചയിൽ പങ്കെടുത്തില്ല ഇറാനെങ്കിൽ ഇനി യുദ്ധം തുടങ്ങാൻ പോവുകയാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ട്രൂത്ത് സോഷ്യലിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ലോകരാജ്യങ്ങളുടെ കൂടി ഒരു ആവശ്യമാണ്. അതുകൊണ്ട് മധ്യസ്ഥ നീക്കങ്ങളൊക്കെ ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. റഷ്യൻ വിദേശകാര്യമന്ത്രി ഇതിനകം തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് ഈ ചർച്ചയ്ക്ക് പോകണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇറാൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ ഇത്തരത്തിലൊരു യുദ്ധം തുടർന്നാൽ ഇങ്ങനെ സൈനിക നടപടിയിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ അത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കൊക്കെ കടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ പ്രതിസന്ധികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകളാണ് ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാകുന്നത്. എന്തായാലും വെടിനിർത്തൽ കരാർ നാളെ അവസാനിക്കാൻ പോവുകയാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ചർച്ചയിലേക്കില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് ഇറാൻ എത്തുന്നതെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങും. അമേരിക്ക തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തില്ല, സമാധാനം ഉണ്ടായില്ല എങ്കിൽ ഇനി യുദ്ധം പുനരാരംഭിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. ആദ്യഘട്ട ചർച്ചകൾ തന്നെ പരാജയപ്പെട്ടതാണ്. അപ്പോൾ രണ്ടാം ഘട്ട ചർച്ച ഇനി എന്താകുമെന്ന ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നിലപാടുണ്ടാകുന്നത്. എന്തായാലും ഇറാനുമായുള്ള പുതിയ ആണവ കരാർ യാഥാർത്ഥ്യമാകാതെ നിലവിലെ നാവിക ഉപരോധം എന്തായാലും പിൻവലിക്കില്ല എന്നുള്ളൊരു നീക്കത്തിൽ തന്നെയാണ്, ആ ഒരു നിലപാടിൽ തന്നെയാണ് അമേരിക്ക ഉറച്ചു നിൽക്കുന്നത്. ഹോർമൂസിൽ ഉൾപ്പെടെ പിടിമുറുക്കിയ അമേരിക്കയുടെ നടപടി അത് ഇറാനെ കൂടുതൽ തന്നെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇറാനും അയയാതെ നിൽക്കുന്നത്. സമാധാന ചർച്ചകൾ ഉണ്ടാകണം, അതിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ലോക രാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്.